ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. നിങ്ങൾ മലയാള മനോരമ പത്രം വായിക്കുന്നവരാണോ? ഇനി വായിക്കുന്നവരല്ലെങ്കിൽ കൂടി ഇന്നത്തെ പത്രം ഒന്ന് വായിച്ചിരിക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ പത്രം എന്ന് പറഞ്ഞാൽ 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ചത്തെ മലയാള മനോരമ പത്രം. ഇന്നത്തെ പത്രത്തിലെ വർത്തമാനം 7-ാം പേജിൽ ഇടതുഭാഗത്ത് മുകളിലായി 350 കോടി രൂപയുടെ ഒരു ജ്വല്ലറി തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു വലിയ തലക്കെട്ടിലുള്ള വാർത്തയുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 350 കോടി രൂപ ജ്വല്ലറിയിലേക്ക് നിക്ഷേപമായി സമാഹരിച്ച് 9 ജ്വല്ലറികൾ കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് ആരംഭിച്ച് ആദ്യമൊക്കെ നിക്ഷേപകർക്ക് 1 ലക്ഷം രൂപയ്ക്ക് 900 രൂപ വീതം ദിവസേന 202 ദിവസത്തേക്ക് കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ കൊടുത്തു. അതിനുശേഷം അവര് പണം കൊടുക്കാതെയായി. 9 ജ്വല്ലറികൾ അവർ കേരളത്തിൽ സ്ഥാപിച്ചിരുന്നു. ഈ 9 ജ്വല്ലറികളും പിന്നീട് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ നിക്ഷേപകരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആഭ്യന്തരമന്ത്രിക്കും മറ്റുമൊക്കെ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ ജ്വല്ലറി തട്ടിപ്പുകാരെ കുറിച്ച് അവരുടെ പേര് ഒരു സ്ഥലത്തും മനോരമ വെളിപ്പെടുത്തുന്നില്ല. പുതുക്കാട് സ്വദേശികളായ സഹോദരങ്ങൾ എന്ന് മാത്രമാണ് ഈ ജ്വല്ലറി തട്ടിപ്പുകാരെ കുറിച്ച് ഒരു ചെറിയ സൂചന ഈ വാർത്തയിലുള്ളത്. എന്ന് മാത്രമല്ല, ഇവർ 9 ജ്വല്ലറികൾ ആരംഭിച്ച് പിന്നീട് പൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ 9 ജ്വല്ലറികൾക്കും പേരില്ല. അവയുടെ പേരിനെ കുറിച്ച് ഒരു സ്ഥലത്തും പരാമർശമില്ല. എന്നാൽ ഈ ഒരു സൗമനസ്യം പരാതിക്കാരെ കുറിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. പരാതിക്കാരുടെ പേരുകളും സ്ഥലവും കൃത്യമായി ഈ വാർത്തയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ജ്വല്ലറി തട്ടിപ്പുകാര് അവരുടെ പേര് വെളിപ്പെടുത്തപ്പെടാതെ അവര് സുരക്ഷിതമായി മറഞ്ഞിരിക്കുന്നു. അതേസമയം പരാതിക്കാർ ആരാണെന്നുള്ളത് കൃത്യമായി ജ്വല്ലറിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ വാർത്തയിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ പരാതിക്കാരെ നേരിട്ട് സമീപിക്കാം, അവരെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാം. പക്ഷേ ജ്വല്ലറി തട്ടിപ്പ് നടത്തിയ ആളുകൾ സുരക്ഷിതരാണ്. കാരണം അവരുടെ പേര് ഒരിടത്തും പരാമർശിക്കുന്നില്ല. സാധാരണ സ്ത്രീ പീഡന കേസുകളിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന നിയമമുണ്ട്. അത് പത്രങ്ങളൊക്കെ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജ്വല്ലറി തട്ടിപ്പ് കേസുകളിൽ ജ്വല്ലറി തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ പേര് ഒരിടത്തും വെളിപ്പെടുത്തരുത്, അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു നിയമം ഉള്ളതായി ഇതുവരെ കേട്ടിട്ടില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് ഇതേ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല ജ്വല്ലറി തട്ടിപ്പുകളിലും തട്ടിപ്പുകാരുടെ പേര് വിവരങ്ങൾ വിശദമായി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ജ്വല്ലറി തട്ടിപ്പുകാർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? ഇവരുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ മാത്രം പത്രത്തിന് എന്താണ് ഒരു പ്രത്യേക താല്പര്യം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.